എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികളുടെ ഡയറ്റിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വാഴക്കൂമ്പ്. അപ്പോൾ നമുക്കിന്ന് വാഴക്കൂമ്പ് കൊണ്ടൊരു തോരൻ പ്രിപ്പയർ ചെയ്താലോ? ആദ്യം ഈ വാഴക്കൂമ്പ് ശരിയാക്കി അരിഞ്ഞെടുക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫ്ലവറിൻ്റെ മുകളിലുള്ള വയലറ്റ് ലെയേഴ്സ് ഉണ്ടല്ലോ, പോളകളുണ്ടല്ലോ, അതെടുത്ത് മാറ്റണം. അതൊന്നൊന്നായിട്ട് എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ ഉള്ളിലൊരു ടെൻഡർ ഫ്ലവർ, ഒരു വൈറ്റ് കളറിലുള്ള ഫ്ലവറിലെത്തും. അതാണ് നമ്മൾ തോരൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കി വരാം. എണ്ണ 2 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, ഒണിയൻ 1, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് 1/4 ടീസ്പൂൺ, കറിവേപ്പില 10 എണ്ണം, നാളികേരം 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ചേരുവകൾ. അപ്പോൾ ആദ്യം ഈ കൂമ്പ് നമുക്ക് ശരിയായിട്ട് അടർത്തിയെടുക്കാം. ഇനി ഈ ഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 സൈഡിലോട്ടും കട്ട് ചെയ്തിട്ട് അരിഞ്ഞാൽ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് അരിയാൻ പറ്റും. ഈ വാഴക്കൂമ്പിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. ഇതിൽ കണ്ടമാനം ഡയറ്ററി ഫൈബറുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, മാത്രമല്ല ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പം നമ്മുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒരു വിഭവമാണെന്നാണ് തോന്നുന്നത്. എനിവേ, കഴിയുമ്പോൾ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അങ്ങനെ കൂമ്പ് ഒരുവിധം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് 1 ടീസ്പൂൺ എണ്ണ ഇതിലോട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉലർത്തിയെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊഴിച്ച് ഇതൊന്ന് വാഷ് ചെയ്തെടുത്താൽ ഇതിലെ കറയൊക്കെ മാറിക്കിട്ടും. അപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കിതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ ഈ വെള്ളം എല്ലാം വാർന്നതിന് ശേഷം, ഇത് കുക്ക് ചെയ്യുമ്പോൾ വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളം എല്ലാം വാർന്നതിന് ശേഷം നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലവർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ എടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കടുകെല്ലാം താളിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഏതാണ്ട് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് 1 ടീസ്പൂൺ പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇതിലോട്ട് ചേർക്കുക. 10 കറി ലീവ്സും ചേർത്ത് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഏതാണ്ടായിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇത് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് വരുന്നതോടെ നമുക്കിതിലോട്ട് ഇനി ഫ്ലവർ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ബനാന ഫ്ലവർ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, ഉലർന്ന് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് മിക്സ് ചെയ്ത് ശരിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു സെർവിങ് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നേച്ചേഴ്സ് ഗിഫ്റ്റാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഡിഷാണ്. കഴിയുന്ന പോലെ എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ വളരെ മിനിമം ഓയിലേ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്റ്റിൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ബെൽ ബട്ടണും കൂടെ അമർത്തണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.